ലൂക്കോസ് ഇവിടെ 26 ദിവസമാണ്. റെജി ലൂക്കോസ് 26 നാളാണ്. 26 നാൾ അവർ സമരം ചെയ്യുന്ന ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് കൊണ്ടോ അല്ലെങ്കിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ സംഘാടനം കൊണ്ടോ സമരം ചെയ്യുന്നവരല്ല. ആ സമരത്തെ ആദ്യം ഈ സർക്കാർ അവഗണിച്ചു. അതിനുശേഷം ആരോഗ്യമന്ത്രി ഒരു കളിയാക്കൽ ചർച്ച വിളിച്ചു. ബേസിക് ഹോംവർക്ക് പോലും നടത്താത്ത കളിയാക്കൽ ചർച്ച വിളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഭർസനങ്ങളുടെ നീണ്ട നിര നമ്മൾ കണ്ടു. എളമരങ്കരിയും ആ കൊട്ടേഷനുമായി മുന്നിലിറങ്ങി. അതിനുശേഷം പത്തനംതിട്ടയിലെ നേതാവ് അവരുടെ സമര നേതാവിനെ കീടം, സാംക്രമിക രോഗം വരുന്ന കീടമെന്ന് വിളിച്ചു. ഏറ്റവും ഒടുവിൽ CITUവിൻ്റെ നേതാവ് അങ്ങേയറ്റത്തെ അശ്ലീലവും കേട്ടാൽ അറപ്പ് തോന്നുന്ന വൃത്തികെട്ട വാക്കുകൾ ഈ പറയുന്ന പാവ അമ്മമാരെ കുറിച്ച് പറഞ്ഞു. CITU ഈ സമരം പൊളിക്കാൻ രാജ്യചരിത്രത്തിൽ ആദ്യമായി, രാജ്യചരിത്രത്തിലല്ല, ഒരു സമരം പൊളിക്കാൻ മറ്റൊരു സംഘടന ബദൽ സമരമായി ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് പതിവ് കാഴ്ചയല്ല. അങ്ങനെ ഒരു വൃത്തികേട് CITU കാണിച്ചു. 26 ദിവസമായി. എന്തുകൊണ്ടാണ് ഇവരെ ഒന്ന് വിളിച്ചിരുത്തി നിങ്ങളുടെ ആവശ്യം എന്താണ്, നിങ്ങളുടെ ആവശ്യം ഇപ്പോൾ പരിഗണിക്കുക, അടുത്ത എന്താണ് വരും നാളുകളിൽ പരിഗണിക്കുക, സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നൊരു നല്ല വാക്ക് പറയാൻ പോലും ഈ ഭരണകൂടം തയ്യാറാവാത്തത്? റെജി ലൂക്കോസ്. ഹാഷ്മി, ആദ്യം തന്നെ പറയട്ടെ, CITUവിന്റെ 2 നേതാക്കന്മാർ ഗോപിനാഥ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ വാക്കുകളെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ശക്തമായ ഭാഷ തള്ളിക്കളയും ഗോപിനാഥ് ഒരു മാധ്യമത്തിലൂടെ തന്നെ പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു. തന്റെ വായിൽ നിന്ന് വന്നത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ താൻ അതിന് ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രശ്നം അവിടെ അവസാനിച്ചു. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ആഷ്മി ഇന്റർനാഷണലിൽ പറഞ്ഞതും ബഹുമാനപ്പെട്ട സഹോദരി പറഞ്ഞതും തെറ്റാ. ഒരു കാര്യം, ഒന്ന്, ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്ന് പറഞ്ഞു. ഈ സമരം തുടങ്ങിയ തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് ഇവരെ ചർച്ചയ്ക്ക് വിളിക്കും, സംസാരിക്കാൻ വസ്തുതകൾ മുഴുവൻ അവരെ ബോധ്യപ്പെടുത്തും. കളിയാക്കലായിരുന്നു ചർച്ച. ബേസിക് ഹോംവർക്ക് നടത്താതെ, ബേസിക് വകുപ്പുകളുമായി യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻ നടത്താതെ അവരെ വിളിച്ചിരുത്തി. ഇത് എന്ത് പറഞ്ഞു? എനിക്ക് മാത്രം തീരുമാനം എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു വിട്ടു. അത് കളിയാക്കലല്ലേ? അത് ആഷ്മി നിങ്ങളുടെ വക്രീകരണമാണ്. ഇന്ന് നിങ്ങൾ ഈ ചർച്ച എടുത്തത് തന്നെ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ടറിയാം. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഒരു ഐക്യദാർഢ്യവും സ്നേഹവും കരുണയും കരുതലും കേരള പൊതുസമൂഹത്തിലുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വസ്തുതകളുമായിട്ട് ഞാൻ ഈ ചർച്ചയിലിരിക്കുന്നത്. ഇതെല്ലാം നമുക്കെല്ലാം അറിയാവുന്ന വസ്തുത. അവരെങ്ങനെ കളിയാക്കിയത്? അവര് വസ്തുതാപരമായിട്ട് എന്തുകൊണ്ടാണ് ഇവരുടെ ഇൻസെന്റീവ് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന കേരള സംസ്ഥാനമാണ്. ആ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. ഈ പറയുന്ന സമരം നടത്തുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയല്ല, നിങ്ങളോടൊപ്പം ഞാനും സമരത്തിന് തയ്യാറാണ്. അത് തന്നെയല്ല, CITU നിരവധി തവണ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ തന്നെ ഈ പാവങ്ങൾക്ക് വേണ്ടി സമരം നയിച്ചിട്ടുണ്ട്. വൃന്ദാക്കാരാട്ടിന്റെ നേതൃത്വത്തിൽ പോലും സമരം നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട 2 LDF MPമാർ പാർലമെന്റിൽ ഉന്നയിച്ചു. അപ്പോൾ ഇതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഇങ്ങനെ കളിയാക്കുന്നത് ഒരു ദിവസം ബഹുഭൂരിപക്ഷം ആശമാരി വാങ്ങുന്ന ശമ്പളം 232 രൂപയാണ് എന്ന കാര്യത്തിൽ സർക്കാരിനോ ആർക്കും ഒരു തർക്കവും സംശയമില്ല. കേരളത്തിലെ ജീവിതത്തിൽ 232 രൂപ ഒന്നും വാങ്ങാൻ, കപ്പലണ്ടി വാങ്ങാൻ പോലും തികയില്ല എന്ന കാര്യത്തിലും ആർക്കും തർക്കമില്ല. 7,000 രൂപ എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് 10,000 രൂപയെങ്കിലും ആക്കി കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ട്. സർക്കാരിൻ്റെ കയ്യിൽ പണം ഇല്ലെങ്കിൽ PSC അംഗങ്ങൾക്ക് 2.5 ലക്ഷം കൊടുത്ത് 3.25 ലക്ഷമായി കൂട്ടിക്കൊടുക്കില്ല. അപ്പോൾ പ്രയോറിറ്റി അവിടെ പ്രധാനമാണ്. പോട്ടെ, ഒന്നും കൊടുക്കണ്ട. അവരെ 26 ദിവസമായി മഴയത്തിരിക്കുകയാണ്, 26 ദിവസമായി വെയിലത്തിരിക്കുകയാണ്. രാത്രി മഴ പെയ്തു, ടാർപ്പ പിടിച്ചു, ഉടനെ ഓടി വന്നു ആഭ്യന്തര വകുപ്പിന്റെ പോലീസ്. റെജി ലൂക്കോസ്, എന്തുകൊണ്ടാണ് ഇവരൊന്നും ചർച്ചയ്ക്ക് വിളിക്കാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് പ്രപ്പോസൽ വെക്കാത്തത്? അല്ല, ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചില്ല, ഇതുവരെ അവരെ പരിഗണിച്ചില്ല എന്നുള്ളതിന്റെ ബാധകതയാണ്. അത് തെറ്റാണെന്ന് പറഞ്ഞ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നു ആ സഹോദരിമാരോടുള്ള താല്പര്യം കൊണ്ടതില്ല. അത് അഭിനയമല്ല. കാരണം നമ്മളൊക്കെ അവരുടെ കരസ്പർശങ്ങൾ അറിയാത്ത ഒരു മലയാളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. അവരെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ അവരുടെ ഡിമാൻഡുകൾ തെറ്റാണെന്ന് പറയാനായിട്ടല്ല നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്. മുമ്പോട്ട് പോകുന്നത് ശരിയല്ല. സാധാരണ പാർട്ടി പ്രവർത്തകരാണോ? എളമരങ്കരി പറഞ്ഞ മുതലാളിയുടെ ഭാഷ, എളമരങ്കരി പറഞ്ഞു മുതലാളിയുടെ ആ ഭാഷ പറഞ്ഞില്ലേ? പാട്ടപ്പിരിവുകാരും ഈർക്കിൽ കൊള്ളിൽ നടന്ന സമരം എളമരങ്കരി പറഞ്ഞില്ലേ? കേരളത്തിലെ തലപ്പൊക്കമുള്ള നേതാവല്ലേ റെജി ലൂക്കോസ്? പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട നേതാവല്ലേ PV ഹർഷകുമാർ? സാംക്രമിക രോഗം പറഞ്ഞ് കീടമെന്ന് വിളിച്ചില്ലേ? CITUവിന്റെ പ്രധാനപ്പെട്ട നേതാവ് വൃത്തിയോടെ പറഞ്ഞില്ലേ? അല്ല, അതിനുള്ള മറുപടി എന്തും പറയാം. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവരാണ് അവർ, സ്ത്രീകളാണ്. എന്ത് വൃത്തിയോടെ അവർക്കെതിരെ പറയാം എന്നല്ലേ അർത്ഥം? റെജി ലൂക്കോസ്, എന്നിട്ട് ചർച്ചയ്ക്ക് വിളിക്കാതെ മഴയത്ത് കിടന്ന് തുരുമ്പിക്കട്ടെ അല്ലെങ്കിൽ വെയിലത്ത് കിടന്ന് ഉരുകട്ടെ എന്നൊരു ഇടതുപക്ഷ സർക്കാർ തീരുമാനിക്കലോ? ഹാഷ്മി, ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിന്റെ ചരിത്രത്തിൽ വനിതകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച CPM അല്ലാതെ ഒരു രാഷ്ട്രീയ കക്ഷിയെ നിങ്ങൾ കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇവരൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ആ സമരവേദികളിൽ പ്രത്യക്ഷപ്പെട്ട പലരുടെയും ഉള്ളുകളി ഇതിനു മുമ്പ് നമ്മൾ കണ്ടറിഞ്ഞല്ലേ? കേവലം 1000 രൂപ, 500 രൂപയിൽ നിന്ന് ഘട്ടഘട്ടമായിട്ട് 1000 രൂപ മാത്രം നൽകി
അന്ന് ഈ സഹോദരിമാരുടെ കണ്ണീര് കാണാത്ത UDF സർക്കാരിനെ അപേക്ഷിച്ച് കേരളത്തിലെ 7 പ്രാവശ്യം കൂട്ടി 7,000 രൂപ ആക്കുകയും കേന്ദ്ര സർക്കാർ ഇവരെ പരിപൂർണമായിട്ട് അവഗണിച്ച് കേരളത്തിൽ മാത്രം പൈസ കൊടുക്കാതിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ്? അതൊരു അജണ്ട വെച്ചുകൊണ്ടല്ലേ? ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് ആദ്യമേ കേന്ദ്രം പണം തരാനുള്ളതായി പുതിയ കാര്യമൊന്നുമല്ല. ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെന്നും കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്ന ഒരു ആശമാണെന്നും ആർക്കും അറിയാത്തതല്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം സർക്കാരിന്റെ മൂക്കിൻ കീഴിൽ കുറച്ച് അമ്മമാർ, കുറച്ച് ചേച്ചിമാർ മഴയും വെയിലും കൊണ്ട് കുറച്ചധികം ദിവസമായി അവിടെ കിടക്കുകയാണ്. ഈ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ സർക്കാർ നവകേരളത്തിന്റെ പരദേശ കെട്ടിപ്പടുക്കാൻ CPM സമ്മേളനം നടത്തുക. ആ നവകേരളത്തിൽ ഇവർ വേണ്ടേ? റജി ലൂക്കോസ്. ഹാഷ്മി, ഇവരെ ഒരു സന്നദ്ധ സേവകരായിട്ട് മാത്രം കണ്ട് ഒരു തൊഴിലെടുക്കുന്നവരാന്ന് പോലും പരിഗണിക്കാതെ കണ്ട് 2007 എനിക്ക് തോന്നുന്നത് ഈ പദ്ധതി അവതരിപ്പിച്ച UDF സർക്കാരിന്റെ അടുത്ത് അന്ന് പാർലമെന്റ് ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഇവരെ തൊഴിലാളികളായിട്ട് കാണണമെന്ന് നമ്മൾ ശബ്ദം ഉയർത്തിയത് ഇടതുപക്ഷ എംപിമാരാ. ഈ രാജ്യത്ത് 10,20,000-ഓളം ആശാവർക്കർമാരുണ്ട്. കേരളത്തിൽ 22,200-ഓളം ആശാവർക്കർമാരുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കേന്ദ്ര സർക്കാർ ഈ പാവങ്ങളെ സഹായിക്കാത്തതിന് വലിയ അക്ഷരം പോലും ഉണ്ടാത്തത്? അത് തന്നെയുമല്ല, എന്തൊരു അജണ്ടയായിരുന്നു. രാഹുൽ മാങ്കൂട്ടം ബഹുമാനപ്പെട്ട MLA നിയമസഭയിൽ അവതരിപ്പിച്ച ഈ പറയുന്ന അടിയന്തര പ്രമേയത്തിൽ അവതരിപ്പിച്ചെന്താ? സിക്കിമാണ് ഏറ്റവും കൂടുതൽ പണം നൽകുന്നത്. ഇവരെ തെറ്റിദ്ധരിപ്പിച്ചു സിക്കിം സർക്കാരാണെന്ന് പറഞ്ഞു. സിക്കിം സർക്കാർ കൊടുക്കുന്നത് കേവലം 6,00,000 രൂപ. സിക്കിമും രാഹുൽ മാങ്കൂട്ടത്തിലും ആരോഗ്യമന്ത്രിക്ക് അവിടെ നിൽക്കട്ടെ. ഇവർ വാങ്ങുന്നത് 7,000 രൂപയാണെന്ന് നേരത്തെ തർക്കമുണ്ടോ? ഇവർക്ക് ചെയ്യാനുള്ള പണി ഈ പറഞ്ഞ 500 രൂപ ആയിരുന്ന കാലത്തൊക്കെ അല്ല, അതിനേക്കാൾ കൂടുതൽ 24 മണിക്കൂർ പണി ഇവർക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? 7,000 രൂപ ഈ നാട്ടിൽ ജീവിക്കാൻ മതിയാവില്ലെന്ന കാര്യം തർക്കമുണ്ടോ? ഇളമരം ഈ കേരളത്തിലെ നിയമസഭയിൽ ആവശ്യപ്പെട്ടത് 10,000 രൂപ കൊടുക്കണമെന്നാ ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാ. ഹരിയാനയിൽ 26,000 രൂപ ആവശ്യപ്പെട്ട് സമരം ചെയ്ത CAT ഉണ്ട്. മഹാരാഷ്ട്രയിൽ സമരം ചെയ്തതിൽ CAT ഉണ്ട്. അത് സംസ്ഥാനങ്ങൾക്കെതിരെയാ. ഇവിടെ വന്ന് അവർ സമരം ചെയ്യുമ്പോൾ അവർ ഏറ്റവും അവരുടെ ജീവിത പ്രശ്നം ഉന്നയിക്കുമ്പോൾ അവർ ജമാഅത്ത് ഇസ്ലാമി ആവും, അവർ SDPI ആവും, അവർ പാട്ടുപറക്കികളാവും, അവർ ഇർക്കിലുകളാവും. പറയുന്നത് ആരാ? അടിസ്ഥാന വർഗത്തെ പറ്റി പറയുന്ന പാർട്ടി. റജി ലൂക്കോസ്. അല്ല, ഞാൻ ആഷ്മിയോട് വളരെ വളരെ ഓണറബിൾ ആയിട്ടൊരു കാര്യം പറയാം. നിങ്ങളൊരു അജണ്ട സെറ്റ് ചെയ്തിട്ട് ഈ പാവപ്പെട്ടവരോട് ആ യാഥാർത്ഥ്യം പറഞ്ഞു മനസ്സിലാക്കി അജണ്ട ഉണ്ട്. അവർക്ക് 7,000 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെന്നും അവർക്ക് മര്യാദക്ക് അവർക്ക് ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായി കൂലി കിട്ടുന്ന അജണ്ടയുണ്ട്. അജണ്ടയോ? അല്ലാതെ ആ അജണ്ടയോടൊപ്പമാണ് ഞങ്ങളും, ആ അജണ്ടയോടൊപ്പമാണ് LDF എന്ന് പറയുന്ന പ്രസ്ഥാനവും. പക്ഷെ നിങ്ങള് നീച പ്രവർത്തികൾ ആ പാവപ്പെട്ട സ്ത്രീകളോട് കാണിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിനെ നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇത് എങ്ങനെയാണ് നിങ്ങൾ കേരള സർക്കാരിന്റെ തലയിൽ ചാരുന്നത്? അതിന് മാത്രമേ പ്രതിഷേധമുള്ളൂ. അത് തെറ്റല്ലേ ആഷ്മി? അത് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾ ഈ നിമിഷമായിട്ട് ആഷ്മി എന്ന് പറയുന്നത് 7,000 രൂപ എന്നുള്ളത് മിനിമം 3,000 രൂപ കൂട്ടി 10,000 ആക്ക്. സർക്കാരിന് പറ്റാത്തതാണോ? അല്ലല്ലോ. ഇളമരം വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ നിയമസഭയിൽ ചോദ്യത്തിന്റെ രൂപത്തിൽ ആവശ്യപ്പെട്ട 10,000 രൂപ മിനിമം ആക്ക്. അത് സർക്കാരിന് പറ്റാത്തതല്ലോ. ഇനി 10,000 രൂപ ആക്കാനില്ലെങ്കിൽ സർക്കാരിന്റെ കയ്യിൽ അത്രത്തോളം സർക്കാർ മുടിഞ്ഞു കുത്തുവാളെടുത്തിരിക്കുകയാണെങ്കിൽ അവരെ ഒന്ന് വിളിക്ക്, സ്നേഹത്തിൽ ഒന്ന് സംസാരിക്ക്. ഇപ്പൊ നമ്മുടെ പൈസ ഇല്ല, കേന്ദ്രത്തിൽ പണം തരും, ഞാൻ പണം തരാം എന്നൊന്ന് സ്നേഹത്തിൽ പറ 4 വാക്ക്. അത് പറയുന്നില്ലെന്ന് മാത്രമല്ല അങ്ങേയറ്റം വൃത്തികളോട് അധിക്ഷേപിക്കുക പാവങ്ങളെ. എന്നിട്ട് നവകേരളത്തെ പറ്റി പറയുക. ആഷ്മി ദയവായിട്ട് ഒരു സെന്റൻസ് തന്നെ പൂർത്തീകരിക്കണം. കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ഈ വിഷയം ഉന്നയിച്ച UDFന്റെ MLA അവസാനം ഒളിച്ചോടുന്നത് നിങ്ങൾ കണ്ടില്ലേ? വീണാ ജോർജിന്റെ കൃത്യമായ കാര്യങ്ങൾ മുഴുവൻ അവതരിപ്പിച്ചപ്പോൾ മറുപടി ഇല്ലാതെ കണ്ട് അവർ ഒളിച്ചോടുന്ന കാഴ്ചകൾ കണ്ടില്ല. എന്താ കേരളത്തിലെ പൊതുസമൂഹത്തിലെ LDF സർക്കാരിനെ CPM നാറ്റിക്കാനും അപമാനിക്കാനും വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ദ്രോഹത്തെ മറച്ചു പിടിച്ചുകൊണ്ട് നടത്തുന്ന നിങ്ങളുടെ ഈ ചർച്ച നിങ്ങൾ ഒരു കാരണവശാലും ഇതിനകത്ത് വിജയിക്കത്തില്ല, ഒരു സംശയമില്ല കാര്യത്തിൽ. ആ സഹോദരിമാർ അവരുടെ സമരം പിൻവലിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമരം ചെയ്യട്ടെ. CIT-യുടെ ഇറങ്ങും, ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം ഇറങ്ങും. നിങ്ങൾ അതിനുവേണ്ടിയല്ലേ ഒറ്റക്കെട്ടായിട്ട് ശ്രമിക്കേണ്ടത്? അതിനുപോലെ ഇവിടുത്തെ ഒരു സർക്കാരിന്റെയും കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗസമ്പന്നമായിട്ടുള്ള പ്രവർത്തനം ചെയ്ത CPM പോലുള്ള പ്രസ്ഥാനത്തിന് അപമാനിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതിന്റെ അജണ്ട എന്താണ്? ആ അജണ്ടയുടെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവർ 7,000 കിട്ടിയ പണം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറച്ച് പൈസ കൊടുക്കായിരുന്നു. അവർക്ക് വനിതാമതിൽ കിട്ടില്ല. വനിതാമതിൽ ആ പണം ഉണ്ടായിരുന്നു, ഇവർക്ക് കുറച്ച് പൈസ കൊടുക്കായിരുന്നു. സർക്കാരിന്റെ പൈസ ഇല്ല, കേന്ദ്രത്തിൽ നോക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ PSക്കാർക്ക് 2.5 ലക്ഷം രൂപ 3.25 ലക്ഷം രൂപ കൊടുക്കാൻ എല്ലാവിധ ആനുകൂല്യം, വീട്, കുടുംബത്തിനടക്കം മുഴുവൻ ചികിത്സാ ചെലവ്, എല്ലാം സഞ്ചരിക്കാൻ AC, കാറ്, മണിമാളിക എല്ലാം ഉള്ളവർ 2.25-3.25 ലക്ഷം രൂപ കൊടുക്കണം. ഇവർ 232 രൂപയിൽ ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം. മറ്റു സംസ്ഥാനങ്ങൾ എന്താ, സിക്കിമിൽ എത്ര, മറ്റെടുത്ത് എത്ര എന്ന്. റജി ലൂക്കോസ് ഒന്ന് ഉള്ളിലേക്ക് കൂടെ നോക്കണം, എന്നിട്ട് അടിസ്ഥാനവർഗം ഒന്ന് പറയണം. ഇത് കേൾക്കൂ. അല്ലല്ല, അതിനൊക്കെ മറുപടി ഉണ്ട്.
അല്ല, അതിനൊക്കെ മറുപടി ഉണ്ട്. അത്യാവശ്യം പഠിച്ചിട്ട് തന്നെ അവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കേന്ദ്ര എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് UPSCയുടെ നിയമാവലിയിൽ നിങ്ങളൊരു മാറ്റം വരുത്താൻ പറയൂ, ഇവരുടെ ശമ്പളം കുറയ്ക്കൂ, ഇവരുടെ ആനുകൂല്യങ്ങൾ കുറയ്ക്കൂ. ഈ ഇന്ത്യയിൽ എല്ലായിടത്തും കിട്ടുന്ന കൊടുക്കാനായിട്ട് അവർക്കുള്ള അവകാശത്തെ കൊടുക്കാതിരിക്കാൻ ഈ കേരള സർക്കാരിന് പറ്റുമോ? ഞാനും അതിനെ വിമർശിച്ചവനാ. KB തോമസിന്റെ വണ്ടിക്കൂലി അല്ല ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചാർജ് പോലും കൂട്ടിക്കൊടുത്തതിന് ഞാൻ വിമർശിച്ചവല്ല. പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഈ പറഞ്ഞ PSC അംഗങ്ങളുടെ ശമ്പളം എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ കീഴിലുള്ളതല്ല, അത് കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലുള്ളതാണ്. അവർ